സ്വന്തം വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി അബോർഷൻ ആവാൻ വേണ്ടി കിടന്ന് തുള്ളിക്കളിക്കുന്ന വർഷ, അതായത് രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് തുള്ളിക്കളിക്കുന്ന വർഷയുടെ കോപ്രായം കണ്ടിട്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ശ്രീകാന്ത് ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോൾ വർഷ കിടന്നിങ്ങനെ വലിയ പാട്ടൊക്കെ വെച്ച് ഗംഭീര സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് പെർഫോം ചെയ്യാണ്. ഇത് കാണുമ്പോൾ ശ്രീകാന്ത് വിചാരിക്കുകയാണ്, വർഷയുടെ ചാടിക്കളി കണ്ടിട്ട് ശ്രീകാന്ത് പെട്ടെന്ന് ഈശ്വര ഇവളൊക്കെ എന്താ ഭ്രാന്തായോ വിചാരിച്ച സമയം നോക്കുമ്പോൾ സമയം 2 മണി. ദൈവമേ ഇവളൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട്, ഇവളുടെ മാനസിക നില തെറ്റിയേക്കാണ്. ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യുക, ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങനെ ഓടി രേവതി സച്ചിൻ കിടന്നുറങ്ങുന്നിടത്ത് പോയിട്ടിട്ട് അവരെ വിളിച്ചുണർത്താണ്. അപ്പോൾ സച്ചി രേവതി ചോദിക്കണം എന്താ ചോദിക്കുമ്പോൾ പറയും ഒന്ന് വേഗം വന്ന ഒരു കാര്യം കാണിച്ചു തരാൻ പറയാം. എന്താടാ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വാ സച്ചിയേട്ടാ, വാ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് വർഷയുടെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. നോക്കുമ്പോൾ വർഷ പൊരിഞ്ഞ ഡാൻസാണ്. ഇത് കാണുമ്പോൾ സച്ചി രേവതി ആകെ ഞെട്ടാണ് കേട്ടോ. ഇവർ വന്നതും ശ്രീകാന്ത് എഴുന്നേറ്റ് പോയതും ഒന്നും വർഷ അറിഞ്ഞിട്ടില്ല. വർഷ ഡാൻസോട് ഡാൻസ്, സ്റ്റെപ്പോട് സ്റ്റെപ്പ് കേട്ടോ. ഇത് കാണുമ്പോൾ സച്ചി രേവതി പറയണ ഇവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അറിയില്ല സച്ചേട്ടാ, എനിക്ക് പേടിയാണ് ഇവിടെ കിടക്കാൻ, എൻ്റെ വർഷയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഇവളെ സാധാരണ രീതിയിലാക്കാൻ പറഞ്ഞിട്ട് ശ്രീകാന്ത് കരയാണ്. അപ്പോൾ സച്ചി പറയും ഈശ്വര ഇവൾക്ക് എന്താ പറ്റി, ഇവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ മാനസിക നില ശരിയല്ലാത്ത ആരെങ്കിലും ഈ 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഡാൻസ് കളിക്കോ സച്ചേട്ടാ? അല്ല നീ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എന്നൊക്കെ പറയാണ് ശ്രീകാന്ത്. അപ്പോൾ സച്ചി വർഷ എന്ന് വിളിക്കുകയാണ്. വർഷ വിളിക്കുമ്പോൾ വർഷ കേൾക്കുന്നില്ല. വർഷ പൊരിഞ്ഞ കല്യാണം വീണ്ടും സച്ചി വർഷേ പറഞ്ഞിട്ട് ഉറക്കം വിളിക്കുകയാണ്. ഉറക്കം വിളിക്കുമ്പോൾ പെട്ടെന്ന് വർഷ ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അല്ല ഞങ്ങൾ നിൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി വന്ന. ഡാൻസ് കാണാനോ? അതെ. ഈ 2 മണിക്കൊക്കെ എഴുന്നേറ്റ് നീ എന്തിനാ വർഷ ഡാൻസ് കളിക്കണേ ചോദിക്കുമ്പോൾ വർഷ പറയണം അല്ല അതെ ഇപ്പോൾ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, ഇപ്പോൾ എഴുന്നേറ്റിട്ടൊന്നും ഡാൻസ് കളിച്ചാലേ ആ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് കിടന്ന് ഉറങ്ങാം, അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഊർജ്ജം ഉണ്ടാവും എന്നൊക്കെ പറയണം. ഓ അതാണോ ചോദിക്കുമ്പോൾ അതെ. അല്ല ഞാനിവിടെ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ശ്രീകാന്ത് വന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്, അവനാകെ പേടിച്ചിട്ട് ഞങ്ങളെ വന്ന് വിളിച്ചത് പറഞ്ഞപ്പോൾ ഓ അപ്പോൾ എല്ലാം ഉണ്ടാക്കിയത് നീ, അവരെ പോയി വിളിച്ചുകൊണ്ട് വന്ന് നീ ആലോചിച്ചൊക്കെയാണ്. ദേ നിന്നെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് പറയുമ്പോൾ വർഷ നിനക്ക് എന്താ പറ്റി ചോദിച്ചിട്ട് ശ്രീകാന്ത് വർഷത്തോടെ നീ എന്നെ തൊട്ട് പോരുത്, നീ തൊട്ടതാണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിനോട് ചൂടാവാണ്. എന്താ ഞാൻ ചെയ്ത തെറ്റ്, നീ അതൊന്ന് പറയേ, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതേ എന്നോട് നീ മിണ്ടാൻ വരരുത്, അതെ ഞാനിങ്ങനെ ഒന്ന് ശരീരം എനർജി ആവാൻ വേണ്ടി കളിച്ചു എന്നേ ഉള്ളൂ സച്ചേട്ടാന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി രേവതിയും കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീകാന്ത് പിന്നെ അയ്യോ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാല്ലേ പറയുമ്പോൾ ഒന്ന് പോടാന്ന് പറയാണ്. അങ്ങനെ അവിടുന്ന് സച്ചി രേവതിയും കൂടി പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ സച്ചി രേവതിയും കൂടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് സച്ചി രേവതിയും കൂടിയിട്ട് പറയണോ ഹാളിലെത്തിയിട്ട് അല്ല എന്നാലും വർഷയ്ക്ക് എന്താ പറ്റി, ഈ സമയത്തൊക്കെ ഡാൻസ് കളിക്കുമോ? അല്ല രേവതി നമുക്കൊന്ന് ഡാൻസ് കളിച്ചാലോ? വർഷ പറഞ്ഞില്ല ഇപ്പോൾ കളിച്ച രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജി ഉണ്ടാവും, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എനർജി ഉണ്ടാവില്ല, ഒന്ന് പോയേ സച്ചിയേട്ടാ, ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ വർഷ വരുന്നുണ്ട്. വർഷ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. വർഷ ഡാൻസ് കളിച്ചിട്ട് വരുന്ന കാണുമ്പോൾ വർഷയെ വിളിക്കുമ്പോൾ ശ്രീകാന്ത് പിന്നാലെ വന്നിട്ട് പറയാണ് സച്ചേട്ടാ കണ്ടില്ലേ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് സച്ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വർഷയ്ക്ക് മാനസികമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഒന്ന് ഡോക്ടറെ കാണിക്കണം സച്ചേട്ടാ എന്നൊക്കെ പറയാണ്. അപ്പോൾ ശരി നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറയാണ് സച്ചി. അപ്പോൾ രേവതി എന്ത് പറയണ സച്ചേട്ടാ, അബദ്ധങ്ങൾ പറയണ, അവൾക്ക് ആകെ വിഷമാവില്ല, എന്ത് പറഞ്ഞിട്ട് നമ്മൾ അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കണേ രേവതി. അല്ല രേവതി ചേച്ചി, രേവതി എടുത്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കുക, എന്നെ ഒന്ന് സഹായിക്കും രേവതി എടുത്തേക്ക്, തലവേദനയെന്നോ പനിയെന്നോ കൂടെ ഒന്ന് വരണമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ സമയത്ത് സച്ചേട്ടൻ്റെ കാറിൽ പോവുകയും ചെയ്യാം, ഞാനപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞാൽ അതിൽ കയറാൻ പിടിയാലോ അവളെ ഡോക്ടറെ കാണിക്കാൻ എനിക്ക് പേടിയാവണമെന്നൊക്കെ പറയുമ്പോൾ ശരി നീ സമാധാനമായിട്ട് ഇരിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി നോക്കാമെന്നൊക്കെ പറയണം. അപ്പോൾ പെട്ടെന്ന് ഇവർ സംസാരിക്കുമ്പോൾ വർഷ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വർഷ പറയണം. അപ്പോൾ വർഷ പോണത് നേരെ പുറത്തെ ഡോറിൻ്റെ അവിടേക്കാണ്. വർഷയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി പോയിട്ട് എന്താ ചേച്ചി ചോദിക്കുമ്പോൾ നീ എവിടേക്കാണ് പോകണം? വെള്ളം കുടിക്കാൻ നീ നിന്നെ പുറത്തേക്ക് പോകണം? ഓഹോ അവിടെ പുറത്തേക്കുള്ള വഴിയായിരുന്നല്ലേ, സോറി ഞാൻ അടുക്കളയ്ക്ക് വന്നതാ പറഞ്ഞിട്ട് വർഷ അങ്ങനെ നേരെ അടുക്കളയ്ക്ക് പോകണം. അപ്പോൾ ശ്രീകാന്ത് പറയണ കണ്ടില്ലേ അവൾക്ക് സ്ഥലം കൂടി അറിയില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സച്ചി പറയാണ് ശരിയാടാ ശ്രീകാന്ത് പറഞ്ഞത് ശരിയാട്ടോ, എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ രേവതി പറയും അല്ല നമ്മൾ പ്ലാൻ ചെയ്തത് അവളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകേണ്ടതൊക്കെ അവൾ കേട്ടുണ്ടാവോ? കേൾക്കാൻ വഴിയില്ല, അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നമ്മളോട് ചോദിക്കണമായിരുന്നു എന്നൊക്കെ പറയാണ് ശ്രീകാന്ത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വർഷ തിരിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ശ്രീകാന്ത് പറയണം എനിക്ക് പേടിയാവുന്നു, ഞാൻ പോവായിട്ട് തീർന്നിട്ട് ശ്രീകാന്ത് തലോണി എടുത്തിട്ട് പുറത്തേക്ക് പോകണം, അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ ശരിയാവില്ല പറഞ്ഞിട്ട് പുറത്തും തലോണയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകണം, എന്നെ ചിലപ്പോൾ അവൾ കൊല്ലും എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സച്ചി രേവതിയും കൂടി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് അടുക്കളയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ തുള്ളി കളിച്ചിട്ടാണ് വർഷ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇട്ടിട്ടാണ് പോകണം. അപ്പോൾ സച്ചി പറയാണ് രേവതി ഇത് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇത് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്
എന്നൊക്കെ പറയണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം നേരം വെച്ച് ചന്ദ്രമതി ഇരുന്ന് ഫോൺ നോക്കിയിട്ട് എന്തോ തമാശ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കണ സമയത്ത് പെട്ടെന്ന് സുധി സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്തിരിക്കുന്ന ടീപ്പോയിന്ന് ന്യൂസ് പേപ്പർ എടുക്കണം. അപ്പോൾ ചന്ദ്രമതി പറയടാ സുധി ഇത് നോക്കടാന്ന് പറയുമ്പോൾ സുധി ചന്ദ്രമതിനെ ശ്രദ്ധിക്കണേ ഇല്ല. അപ്പോൾ ചന്ദ്രമതി വീണ്ടും സുധി ഇത് നോക്കടാന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുമ്പോഴും ചന്ദ്രമതിനെ സുധി ശ്രദ്ധിക്കണേ ഇല്ല. ഇവന് എന്ത് പറ്റി? ഇവനിപ്പോൾ തീരെ എന്നെ മൈൻഡ് ഇല്ലാണ്ടായല്ലോ. ദൈവമേ, ഏലസ് ഇനിയിപ്പോൾ നേരെ തിരിച്ചാണ് അയാൾ തന്നത്. എന്നെ വെറുക്കാനുള്ള ഏലസാണ് അയാൾ എനിക്ക് പൂജിച്ചു തന്നിട്ടുണ്ടാവുക. ഇതെന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം എന്നിങ്ങനെ വിചാരിക്കാണ് ചന്ദ്രമതി കേട്ടോ. ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കും, എന്താ ചന്ദ്രയെ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? നീ ചോദിക്കുമ്പോൾ ഞാൻ വരും തന്നെ പറയും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അവിടെ അകത്ത് ഡൈനിങ് ടേബിളിൽ അവിടെ പോകുമ്പോൾ സച്ചിയും ശ്രീകാന്തും കൂടിയിട്ടാണ് ഫുഡൊക്കെ വിളമ്പുന്നത്. അപ്പോൾ അവരുടെ പ്ലാനിങ് ആണ്. അപ്പോൾ രേവതി എവിടെ ചോദിക്കും രവീന്ദ്രൻ. അപ്പോൾ പറയും രേവതിക്ക് ഭയങ്കര തലവേദന. അച്ഛാ പറയും. അയ്യോ എന്ത് പറ്റി മോൾക്ക് ചോദിക്കുമ്പോൾ അറിയില്ലേ ഭയങ്കര തലവേദന പറയുമ്പോൾ അപ്പോൾ വർഷ പറയും വർഷ വന്നിട്ടിരിക്കും. അപ്പോൾ അയ്യോ എന്താ പറ്റി രേവതിക്ക് ചോദിക്കുമ്പോൾ അറിയില്ല ഭയങ്കര തലവേദനയാന്ന് പറയും സച്ചി. ആണോ? അപ്പോൾ രേവതി ഇങ്ങനെ എല്ലാവരും കൂടി വന്നിരുന്നപ്പോൾ രേവതി ഇങ്ങനെ തലവേദന അഭിനയിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ രവീന്ദ്രൻ പറയും, മോൾക്ക് നല്ല തലവേദന ഉണ്ടോ? എങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ പോകണം, ഇത് വെച്ചോണ്ടിരിക്കരുതെന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റണില്ല അച്ഛാ, ഭയങ്കര തലവേദന അച്ഛാ, എനിക്ക് തീരെ സഹിക്കാൻ വയ്യ പറയുമ്പോൾ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയുമ്പോൾ പോവാ അച്ഛാ പറയണം. അപ്പോൾ സച്ചി പറയണം, എനിക്കതിന് ഓട്ടമുണ്ട്, എന്താ ഇപ്പം ചെയ്യുക? പക്ഷേ നിനക്കിന്ന് ഡബ്ബിങ് ഉണ്ടോ? ഉണ്ട്. നിനക്കൊന്ന് രേവതിയുടെ കൂടെ പോകാൻ പറ്റുമോ? അയ്യോ എനിക്കിന്ന് ഡബ്ബിങ് ഉണ്ടല്ലോ സച്ചിയേട്ടാ പറയണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആരാ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയണം, ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ ഉച്ചയ്ക്ക് പൊക്കോളാം ഡബ്ബിങ്ങിന് പറയണം. ഓ ശരി വർഷയെ പറയാണ്. അങ്ങനെ ഞാൻ നിങ്ങളെ ആശുപത്രിയിൽ ഇറക്കാം എന്നിട്ട് പോകാമെന്നൊക്കെ പറയണം. അപ്പം ശരി എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അല്ല രേവതി ചേച്ചി കഴിക്കില്ലേ ചോദിക്കുമ്പോൾ വേണ്ട, എനിക്കിപ്പോൾ കഴിച്ചാൽ ശരിയാവില്ല, തലവേദനിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ റെഡി ആവില്ല എന്നിട്ട് രേവതി അങ്ങനെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം. അങ്ങനെ അവരുടെ പ്ലാൻ സക്സസ് ആയിട്ട് വർക്കൗട്ടായി എന്നുള്ള രീതിയിൽ സച്ചി ശ്രീകാന്തും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് സിഗ്നൽ കാണിക്കണം, കണ്ണുകൊണ്ട് സിഗ്നൽ കാണിക്കണം. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പുറത്ത് കാറിൻ്റെ അവിടേക്ക് പോവാണ്, ആശുപത്രിക്ക് വർഷയെ കൊണ്ടുപോകാൻ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട സച്ചി ശ്രീകാന്തേ ഉണ്ടാവില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ വർഷ വന്നിട്ട് ചോദിക്കുമ്പോൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണം നിൽക്കുമ്പോൾ സിറ്റിയിലത്തെ ഹോസ്പിറ്റലിൽ പറയുമ്പോൾ ഏതാ ഡോക്ടറെ ആക്കുമ്പോൾ എലി അപ്പോൾ മുഴുവൻ പറഞ്ഞിട്ട് എലിയോ അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനും. അപ്പോൾ എലീനെ കാണാനാണോ? അപ്പോൾ അതേ പറയുമ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, എന്തായാലും രവതി ചേച്ചി കൊണ്ടുവല്ലേ, ശ്രീകാന്തും കയറട്ടെ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, ഞാൻ എന്തിനാ കയറണം? എന്തിനാണോ? ഒരസുഖമില്ലാത്ത എന്നെ പിടിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നിനക്കല്ലേ തിരക്ക്? അതെന്താ? അതാരാ പറഞ്ഞെന്നോ? നീ ഇന്നലെ പ്ലാൻ ഇട്ടത് മുഴുവൻ ഞാൻ കേട്ടു, ഇവരുടെ കൂടെ നിന്ന് പ്ലാൻ ഇട്ടത് മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ പിന്നെ എന്തോ ഒന്നും ഉണ്ടാച്ചു, നിങ്ങൾ ഏതുവരെ എത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതെ ഇപ്പൊ കുഴപ്പമായിരിക്കാന്ന് മനസ്സിലായില്ലേ സച്ചേട്ടനും രേവതി ചേച്ചിക്കും? എനിക്കല്ല, ഇവനാ കുഴപ്പം. ഒരസുഖമില്ലാത്ത എന്നെ കൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന് ഇവനല്ലേ നിർബന്ധം, അപ്പൊ ഇവനല്ലേ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കണം. അപ്പൊ സച്ചി ചോദിക്കും, വർഷം ഇത് എത്ര ചോദിക്കുമ്പോൾ 1. അപ്പൊ ശ്രീകാന്തിനോട് ഇത് എത്ര ചോദിക്കുമ്പോൾ 1. അപ്പോഴേ ശ്രീകാന്തേ അവൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ, ഈ പറഞ്ഞ നിനക്കില്ല കുഴപ്പം. ഇനി നിങ്ങളുടെ കള്ളത്തരത്തിന് എന്നെ കൂട്ടി നിൽക്കാൻ എനിക്ക് പറ്റില്ല, നിങ്ങളുടെ തോന്നിയാസത്തിന്. അതെ രണ്ടാളും കൂടി പോയി റൂമിൽ പോയിരുന്ന് സംസാരിച്ചിട്ട് എന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഞാൻ ഓട്ടത്തിന് പോകാന്ന് പറയുന്നത് സച്ചി. അപ്പോൾ വർഷ പറയണ, ഞാൻ റൂമിലേക്കല്ല, ഞാൻ സ്റ്റുഡിയോയിലേക്ക്. എന്തായാലും നിങ്ങൾ എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ തീരുമാനിച്ചല്ലേ, സച്ചേട്ടൻ പോണ വഴിക്ക് എന്നെ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഇറക്കുക, ഇത് സച്ചേട്ടനുള്ള പണിഷ്മെൻ്റാന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയും ശരി നീ കയറി പറയാണ്. അപ്പോൾ ശ്രീകാന്ത് അല്ല അതിപ്പോൾ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പോടാ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ കാറിൽ വർഷേനെയും കെട്ടിയിട്ട് പോവാണ്. അപ്പോൾ രേവതി ഇപ്പോൾ സമാധാനമില്ലേ നിനക്ക്? അവൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല, നീയായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഞാൻ മതി പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വഴക്ക് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറുമ്പോൾ ശ്രീകാന്ത് പറയണ, അല്ല ഏട്ടത്തി അല്ല അവളിപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞതേ, നിന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച് എന്നെ വേണം പറയാൻ. അപ്പോൾ പറയാം പൂ കൊടുക്കാനുണ്ടായിരുന്നത് അത് അമ്മേനെയും ദേവുവിനെ ഏൽപ്പിച്ചു, ഇനിയൊരു പൂ കൊടുക്കാനുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടു കൊടുക്കാൻ പോട്ടെ എന്നിട്ട് അങ്ങനെ രേവതി അകത്തേക്ക് കയറിയപ്പോൾ അപ്പോൾ ശ്രീകാന്ത് ഈശ്വരാ അതിപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ ശ്രീകാന്ത് ആകെ ചമ്മി എന്താ വേണ്ടെന്നുള്ള അവസ്ഥയില്ലാണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ശ്രുതിയുടെ കടയിലേക്ക് ചെല്ലുമ്പോൾ ശ്രുതിനെ കാണുമ്പോൾ ശ്രുതി ചോദിക്കും, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുത് എന്ന് പറയുമ്പോൾ, അല്ല ശ്രുതി എനിക്ക് ശ്രുതിനെ കാണാതിരിക്കാൻ പറ്റില്ല, ശ്രുതിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ശ്രുതിക്ക് എന്നെ കാണുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് ശ്രുതിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരണ്ടാന്ന്, എന്നോട് സംസാരിക്കരുത്, എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്ക് ശ്രുതി, അത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ നിന്റെ ഒരു കേൾക്കൽ എനിക്ക് കേൾക്കാൻ നേരമില്ല, എനിക്ക് നിന്നെ കാണുക വേണ്ട, അല്ലെങ്കിൽ മനുഷ്യനോട് ഓരോ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ചിട്ടിരിക്കണം, നീ വേഗം പോ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയണം.
സുധി നോക്കിക്കേ, ഞാൻ സുധിക്ക് കഴിക്കാനുള്ള ഫുഡും കൊണ്ട് വന്നേക്കണേ. സുധി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. സുധിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നേക്കണെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട നിന്റെ ഭക്ഷണം. നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണമെന്ന്. ഞാൻ പറഞ്ഞില്ല, മര്യാദയ്ക്ക് ഇതും കൊണ്ടൊക്കെ പോയേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെടാണ്. അപ്പോൾ ശ്രുതി പറയും, ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തു ശ്രുതി? എനിക്ക് പറയാനുള്ള കൂടി ഒന്ന് കേൾക്ക് ശ്രുതി. എത്ര ദിവസമായി ഞാൻ ശ്രുതിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നിട്ട് ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ശ്രുതി. എനിക്ക് വിളമ്പി തരാമല്ലോ ശ്രുതിക്ക് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, എനിക്ക് നിന്റെ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പുറത്തുനിന്ന് കഴിച്ചാലും ശരി, എനിക്ക് നിൻ്റെ ഒരു സാധനം വേണ്ട. നീ പോവാൻ നോക്ക് ശ്രുതി എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയും, ഇതിന് മാത്രം തെറ്റുവല്ലൊന്നും ഞാൻ ചെയ്തോ? ഇത് കുറച്ച് സങ്കടമാണ് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ കരഞ്ഞിട്ട് കടയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ശ്രുതിയുടെ മനസ്സിന് വിഷമമുണ്ട്. അപ്പോൾ ശ്രുതി പോയ വഴി കൂടെ ശ്രുതി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അവൾ പോണത് വേദനയോടുകൂടി നോക്കി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഭയങ്കര വമ്പൻ ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങളായിട്ടാണ് ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ എപ്പിസോഡ് പോകുന്നത്. അപ്പം എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്